യോഗക്ഷേമത്തോടെ നടത്തിയ കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയോർത്ത് അല്പസമയം നമുക്ക് നന്ദി പറയാം. ആ കർത്താവിന് ഒരു നിമിഷം നിങ്ങളുടെ അധരങ്ങളെല്ലാം തുറന്ന് ആ കർത്താവിന് നന്ദി പറയാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം അല്പസമയത്തേക്കൊന്ന് മാറ്റിവെച്ച് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ആ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിന് ഒന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാണ്. നന്ദി പറഞ്ഞു തുടങ്ങി അധരങ്ങളെല്ലാം ഒന്ന് ചലിപ്പിച്ച് നന്ദി പറഞ്ഞു തുടങ്ങിയാണ്. ഇന്ന് പകലിലും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ആമേൻ. ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിലും ആമേൻ പല ആപത്തുകളും പല അനർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരിട്ടു. എന്നാൽ അതിൻ്റെ നടുവിലെല്ലാം ആ കരുതുന്ന കരം നമ്മുടെ കൂടെയിരുന്നു. ആമേൻ. ഇന്ന് പകലിലും ആ ബോധ്യമുള്ളവർ അധരങ്ങളെല്ലാം തുറന്നൊന്ന് നന്ദി പറഞ്ഞു, ഒന്ന് സ്തുതിച്ചു തുടങ്ങിയ കർത്താവ്, ഒന്ന് സ്തോത്രം ചെയ്തു തുടങ്ങി. കരങ്ങളെ തട്ടി സ്തുതിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആ കർത്താവിനെ നിങ്ങൾക്ക് എങ്ങനെ ആരാധിക്കണോ അങ്ങനെ ഇന്ന് പകലിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ കർത്താവിനെ ഒന്ന് ആരാധിച്ച് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആരുടെയും പ്രേരണ പ്രകാരമാകരുത് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഇന്ന് പകലിൽ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ ആ കർത്താവിനെ ഒന്ന് ആരാധിച്ച് ഇന്ന് പകലിലും ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നമ്മുടെ ആലയത്തിന്റെ നടുവിലേക്കൊന്ന് സ്വാഗതം ചെയ്ത് പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങ് സ്വാഗതം ചെയ്യുന്നു കർത്താവ്. ഇന്ന് പകലിലും ആഗ്രഹത്തോടെ ആ സാന്നിധ്യത്തിനായുള്ള ദാഹത്തോടെ വന്നിരിക്കുന്ന ജനത്തെ കർത്താവെ അങ്ങ് നിറയ്ക്കണമേ. ഇന്ന് പകലിലും ആ കരുതലിന്റെ കരവ് അവരുടെ മേലൊന്ന് ഇന്ന് പകലിലും ആമേൻ ഏതെങ്കിലും തരത്തിലുള്ള ഭാരത്തോടോ പ്രയാസത്തോടോ ആയിരിക്കാം ആമേൻ കുറച്ചു പേരെങ്കിലും ഇവിടെ ആയിരിക്കുന്നത്. എന്നാൽ അവരോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഭാരപ്പെടണ്ട. കാരണം ആമേൻ നിങ്ങളെ കരുതുന്ന കരം അതൊരു മനുഷ്യന്റെ കരമല്ല, അത് ദൈവത്തിന്റെ കരമാണ്. ആമേൻ. വചനം ഇങ്ങനെയാ പറയുന്നത്, ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അടുത്ത വാക്യ ആമേൻ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ആ കർത്താവ് തരുന്നൊരു ഉറപ്പുണ്ട്. ഇന്ന് പകൽ ആ കർത്താവിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ വേണ്ടും പോലെ നിങ്ങൾക്ക് നൽകുന്നൊരു കർത്താവ്. ആമേൻ. കഴിഞ്ഞ നാളുകളിലും ആമേൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് നിങ്ങൾ ആ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോഴല്ലേ വാതിലുകൾ തുറന്ന് വഴികൾ തുറന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്തിനാ നിങ്ങൾ ഭാരപ്പെടുന്നത്? ഒരു നിമിഷം ആ മുഖത്തേക്കൊന്ന് നോക്കി, നമ്മളെ കരുതുന്ന ആ കരത്തിലേക്കൊന്ന് നോക്കി. ഇന്ന് പകലും ആ ഉറപ്പുള്ളവൻ എന്റെ ആവശ്യങ്ങളെ എന്നേക്കാൾ നന്നായി അറിയുന്നു. എന്റെ ബന്ധുക്കളെക്കാൾ, എന്റെ ഏറ്റവും അടുത്ത വ്യക്തികളെന്ന് ഞാൻ ചിന്തിക്കുന്നവരെക്കാൾ എല്ലാം നന്നായി എന്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവ്, എനിക്കായി വഴികളെ തുറക്കുന്ന ഒരു കർത്താവ്. ഇന്നും പകലിലും ആ ദൈവത്തിന്റെ കരം കുറുകി പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് ആ കർത്താവ് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാനുണ്ട്, നിന്റെ കൂടെ എന്റെ കരമുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ. ഇവിടെ ഇരിക്കുന്ന ആരോ ആമേൻ ഒരു ജോലിക്കായി ഒരു വാതിലിനായി ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽ ആ വ്യക്തിയോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി വാതിലിനെ തുറക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ആ ജോലിയെ ഒരുക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. നീ പരിഹാസത്തിന്റെ നടുവിലാണ് ഇന്ന് പകലായിരിക്കുന്നത്. ഒരു ജോലി ഇല്ലാത്തതിനാൽ ഒരു പരിഹാസത്തിന്റെ നടുവിൽ ഒരു പരിഹാസപാത്രമായ നീ ആയിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നോട് ഉറപ്പ് പറയുന്നു,
നിനക്ക് വേണ്ടി വഴി തുറക്കാൻ, വാതിൽ തുറക്കാൻ അവൻ സർവശക്തനാണ്. ഓ യേശുവേ, നന്ദി അപ്പാ, നന്ദി അപ്പാ. ഇന്ന് പകലും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്, നന്ദി പറയുന്നു കർത്താവേ. യെസ്, അങ്ങയുടെ കരുതലിനാണ്, അങ്ങയുടെ കാവലിനാണ്. എന്നെ കരുതുന്ന വിധങ്ങളോർത്ത നന്ദിയാലുള്ള നിറഞ്ഞിടുന്നു. ചേർന്നൊന്ന് പാടി. എന്നെ നടത്തുന്ന വഴികളോർത്ത ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുന്നു. എന്നെ കരുതുന്ന വിധങ്ങൾ, എന്നെ കരുതുന്ന വിധങ്ങളോർത്ത നന്ദിയാലുള്ള നിറഞ്ഞിടുന്നു. യേശുവേ, എന്നെ നടത്തുന്ന വഴികളോർത്ത പകലും ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുന്നു. അതുകൊണ്ടൊന്ന് ചേർന്ന് പാടാമോ? യേശുവേ, യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സേവിക്കൂ. പാദം മൂറമുള്ള പാറമേ പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടും സ്തുതികളെന്നെ ശൂയി. ചേർന്ന് പാടി. പാപക്കുഴിയിൽ ഞാൻ താഴിടാ, പാദം മൂറമുള്ള പാറമേ. ആ സ്നേഹവാനായ യേശു പാടാൻ പുതുഗീതം നാവിൽ തന്നു. ഓ പാടും സ്തുതികൾ എന്നെ യേശുവിന്. യേശുവേ, യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സ്നേഹിക്കും, സ്നേഹിക്കും എന്നായുസ്സിൽ പകലും ആ കർത്താവ് തരുന്നൊരു ഉറപ്പുണ്ട്. നമ്മുടെ ഹൃദയം എത്ര കലങ്ങിപ്പോയാണ്, എത്ര വേദനയിലൂടെ കടന്നുപോയാണ്, നിങ്ങൾ ആ പ്രശ്നത്തിനെ നേരിടുന്നത് ഒറ്റയ്ക്കല്ല. ഇന്ന് പകലും നിങ്ങൾക്ക് കൂട്ടായ ആ കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ട്.
തനിച്ചാവാൻ ആ കർത്താവ് സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ നിങ്ങൾ ഒറ്റയ്ക്കാവാൻ ആ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ആ പാട്ടുകാരൻ എഴുതിയത്, ഉള്ള കലങ്ങിടും വേളകളിലും ഉള്ളിൽ വന്ന് യേശു ചൊല്ലുന്നു. ഇന്ന് പകൽ ഉറപ്പോടെ എന്ന് പാടി, ഉള്ളം കലങ്ങിടും വേളയിലും ഉള്ളിൽ വന്ന് യേശു ചൊല്ലിടും. തെല്ലും ഭയം വേണ്ട, തെല്ലും ഭയം വേണ്ട മകനെ, എല്ലാ നാളും ഞാൻ കൂടെ. ഇന്ന് പകലും ആ കർത്താവ് ഉറപ്പ് തരും. ഉള്ളം കലങ്ങിടും വേളയിൽ ഉള്ളിൽ വന്നേശു, ഉള്ളിൽ വന്നേശു ചൊല്ലിടുന്നു. തെല്ലും ഭയം വേണ്ട മകനെ, എല്ലാ നാളും ഞാൻ കൂടെ ഉണ്ട്. യേശുവേ യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സേവിക്കൂ. വീണ്ടും പോൽ നൽകിയിടും. തൃപ്തനായി തീർന്ന ശേഷം നന്ദിയാ സ്തോത്രം പാടുമെന്ന്. ഓരോ ദിവസവും വേണ്ടതൽ വേണ്ടും പോൽ നൽകിയിടുന്നു. ഓ തിന്നു തൃപ്തനായി തീരുന്ന ശേഷം നന്ദിയാ സ്തോത്രം പാടുമെന്ന്. അക്ഷരങ്ങളെല്ലാം ഉയർത്തിപ്പാടി, യേശുവേ യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിയിടും. യേശുവേ നല്ലവനാ പ്രിയനേ, ഇതരയിൽ രുചിച്ചറിയുവാൻ ഇത്ര നല്ലവനാ പ്രിയനേ. ഇതരയിൽ രുചിച്ചറിയുവാൻ
ഏറ്റവും അടുത്ത തുണയും. ചേർന്ന് പാടി എന്റെ സംഗീതം. എന്റെ സങ്കേതവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതൊരാപത്തിലും ഏതു നേരത്തിലും ഏതൊരാപത്തിലും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമാത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും. ഇന്ന് പകലും പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ആ കർത്താവാണ് നമ്മളോട് പറയുന്നത്. ഏതൊരാപത്തിലും ഏത് നേരത്തിലും ആ കർത്താവ് മതി, അക്കരം മതി, അക്കരം മതി. പലരും നമ്മളെ തിരസ്കരിച്ചപ്പോൾ, ഒരു സഹായം അന്വേഷിച്ചിട്ട് പലരും മുഖം മറച്ചപ്പോൾ, നമുക്ക് വേണ്ടി മുഖം മറയ്ക്കാത്ത, പല വഴികൾ അടഞ്ഞപ്പോഴും നമുക്ക് വേണ്ടി മാത്രമായി ചില വഴികളെ തുറന്നു ഒരു സ്നേഹവാനായ കർത്താവ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, ഇനി മുന്നോട്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ എനിക്കായി മാത്രം വഴികളെ തുറന്ന കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ചില വഴികളെ തുറന്നു തന്നൊരു ദൈവമുണ്ട്. ഇന്നു പകലിലും ആ കർത്താവ് സർവശക്തനാണ്. ഇന്ന് പകലിൽ നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോഴും ആമേൻ ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായെന്നിരിക്കാം. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വേണ്ടി വഴികളെ തുറന്ന ദൈവം ഇനിയും നമുക്ക് വേണ്ടി തുറക്കാതിരിക്കുമോ? അതുകൊണ്ട് ആ കർത്താവ് ഉറപ്പു തരുന്നേ, ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരും. ആരുമില്ലതുപോലൊരു അവൻ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഇരുട്ടുള്ള മേഖലയാണ്, മുൻപോട്ടൊരു വഴി നിങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ അരികിൽ വരുവാനും നിങ്ങൾക്ക് വേണ്ടി കൃപകളെ തരുവാനും കഴിയുന്ന ഒരു കർത്താവ്. ആ കർത്താവിന്റെ സ്നേഹത്തെ ആമേൻ ഹൃദയത്തിൽ തിരിച്ചറിഞ്ഞവർക്ക്, ആമേൻ പാട്ടുകാരൻ എഴുതിയതുപോലെ ഇത്ര നല്ലവനാം പ്രിയനെ രുചിച്ചറിഞ്ഞവർക്ക് ആമേൻ കൈകൊട്ടാതിരിക്കാൻ കഴിയത്തില്ല. അവൻ ചെയ്ത ഒരു നന്മയെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചവർക്ക് ഈ കർത്താവിന്റെ നാമത്തെ ഇന്നു പകലിലും ഞങ്ങൾ ഇവിടെ നിന്ന് ഉയർത്തുമ്പോൾ ആമേൻ കരം കൊട്ടാതിരിക്കാൻ കഴിയത്തില്ല. ആമേൻ ഉറക്കെ ആമേൻ ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം മനുഷ്യൻ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കിയത് ആ കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കെന്നും പാടാൻ കഴിയും, ആമേൻ എൻ്റെ ഏത് സാഹചര്യത്തിലും ആ കർത്താവ് എനിക്കെന്നും നല്ലവനാണ്. ഞാൻ കഷ്ടത്തിലൂടെ കടന്നുപോയാലും ആ കർത്താവ് എനിക്ക് നല്ലവനാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായ
ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായി. ഇന്ന് പകലും എത്ര പേർക്ക് പറയാൻ കഴിയും ആമേൻ, എൻ്റെ കഷ്ടതയിലും എനിക്ക് യേശു നല്ലവനാണ്. എൻ്റെ സുഖത്തിൽ മാത്രമല്ല, എൻ്റെ ആപത്തിലും എൻ്റെ രോഗത്തിലും എൻ്റെ എത്ര വലിയ പ്രയാസത്തിലും ആ കർത്താവ് എനിക്ക് നല്ലവനാണ്. ആമേൻ. ഇസ്രായേൽ ജനത്തെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ മെയിൻ ഒരു പ്രശ്നം എന്തായിരുന്നു? അവർക്ക് എത്ര നന്മയുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ വന്നൊരു ചെറിയ തിന്മയാണ് അവർ നോക്കുന്നത്. അവരൊരുപാട് നന്മ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അനുഭവിച്ചിട്ടും ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അവർ പിറുപിറുക്കുമായിരുന്നു. എന്നാൽ ഇന്നു പകലിൽ നമ്മളെ ആ കർത്താവ് വിടുവിച്ച് കൊണ്ടുവന്നിട്ട് അവൻ ചെയ്ത നന്മകളെ നമ്മൾ മറന്നു പോകുന്നവരാവരുത്. ചില പ്രശ്നങ്ങളൊക്കെ വന്നെന്ന് വരാം. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുന്ന ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഈ ലോകത്തിൽ നമുക്ക് പ്രയാസമുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലൊന്നും നമ്മൾ തകർന്നു പോകത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പിറുപിറുക്കുന്നവരായിട്ടല്ല, പാട്ടുകാരൻ പാടിയതുപോലെ ആപത്തിലും രോഗത്തിലും എത്ര വലിയ വൻ പ്രയാസത്തിലും എത്ര വലിയ തിരമാലയുടെ മുന്നിലും ആ യേശു എനിക്ക് നല്ലവനാ, ആ യേശു എനിക്ക് മതിയായവനാ. അവൻ ഇന്ന് പകലിൽ ഹൃദയത്തിൽ ആ ഉറപ്പുള്ളവർ ആ കരങ്ങളെല്ലാം ഒന്ന് ചേർത്തടിച്ച് ശക്തിയോടെ ആ നല്ലവനായ കർത്താവിനൊന്ന് സ്തുതി കൊടുത്തേ. അവൻ എന്നുമെന്നും മതിയായവൻ, എന്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഓ കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ ധരിച്ചു. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ. അതുകൊണ്ട് സന്തോഷത്തോടെ പാടിയേ. എന്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ. അവനാദ്യരുമന്ദിരമേ അവനാദ്യരുമന്ദിരമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവനാദ്യരുമന്ദിരമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. പാതിരായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, സുത്യനാം വന്ദ്യനാം നായകൻ. പാതിരായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, സുത്യനാം വന്ദ്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ മനമേ അവൻ
മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും. എന്റെ യേശു എനിക്ക് നല്ലവൻ, എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും. ഒരിക്കൽ കൂടെ, ഓ എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും. ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവൻ. ഓ ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവൻ. ഓ ആപത്തിൽ ലോകത്തിൽ മാനവേ അവൻ മതിയായവൻ. ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നും കൂടെയുള്ള. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നും കൂടെയുള്ള. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എന്നങ്കരങ്ങളും എന്നകങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. ഓ എന്നങ്കരങ്ങളും എന്നകങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഇന്ന് പകരം മാറാത്ത യേശുവിനെ. ഓ ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു ആരെല്ലാം നിന്നെ വിട്ടു മാറിയാലും മാറാത്തൊരു ദൈവവും മാറാത്തൊരു സ്നേഹവും നിന്നെ ചേർത്ത് പിടിക്കുന്ന മകളാണ്. ഇന്ന് പകലിൽ പൂർണ്ണ മനസ്സോടെ കർത്താവിനെ ഉയർത്തി നിങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത് ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത് ആരാധിച്ചാട്ടെ. ഇന്നും പകലിലും ആ ദൈവ സാന്നിധ്യത്തിന്റെ ആലയത്തിന് നടുവിൽ ഇറങ്ങി നിൽക്കുന്ന നന്ദി പറയുന്നു. വിശ്വസതയോടെ നമ്മെ നിറയ്ക്കുവാനാണ് ഇന്നും പകലിലും ആത്മസാന്നിധ്യവും ഈ ആലയത്തിന് നടുവിൽ വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്നു. Yes, thank you, Jesus. Oh
praise you, Jesus. ഇന്ന് പകല് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ആ യേശുവിനെ പോലെ എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന വേറൊരു വ്യക്തിയുമില്ല, വേറൊരു സുഹൃത്തുക്കളും എനിക്കില്ല. ആമേൻ. ഇന്ന് പകല് നിങ്ങളൊന്ന് ആലോചിച്ചേ. വചനം പറയുന്നു, 2 or 3 പേർ തന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യേ ഞാനുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ആമേൻ 2 പേർ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ആ കർത്താവ് എത്തി. പലരും ആമേൻ നമ്മുടെ സമയത്തിന് നമുക്ക് വില തരാതിരിക്കുമ്പോൾ ഇന്ന് പകലിൽ നമുക്ക് വേണ്ടി വില തരുന്നൊരു കർത്താവാണ്. ഇത്ര വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും കാത്ത്, എത്ര വലിയ സ്നേഹ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു യേശു, നമ്മളെ വിട്ടുമാറാത്തൊരു യേശു. പലരും നമ്മളെ വിട്ടു മാറിപ്പോകുമ്പോൾ, അകന്നു പോകുമ്പോൾ നമ്മളെ ചേർത്ത് മുറുകെ പിടിക്കുന്ന ഒരു സ്നേഹം. അതുകൊണ്ടാ പാട്ടുകാരൻ പാടി, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായത്ര ഇന്നുമെന്നും യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും. ആമേൻ. ഇന്ന് പകൽ എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന പലരും സഹോദരങ്ങളാൽ, മാതാപിതാക്കളാൽ മാറ്റപ്പെട്ട്, തള്ളി നീക്കപ്പെട്ട്, ആമേൻ, ഹൃദയത്തിൽ ഒരു മുറിവോടെ വന്നിരിക്കുന്നവരുണ്ട്. അവരോടാ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, മോനെ മോളെ, നീ വിഷമിക്കണ്ട, നീ സങ്കടപ്പെടണ്ട. മനുഷ്യൻ നിന്നെ നീക്കിയ സ്ഥാനത്ത് നിന്നെ ചേർക്കുന്നൊരു സ്വർഗത്തിലെ അപ്പനുണ്ട്. നിന്റെ സഹോദരങ്ങൾ നിന്നെ തള്ളി നീക്കുമ്പോൾ, നിന്നെ അടുപ്പിക്കാതിരിക്കുമ്പോൾ, നിന്റെ അടുത്തേക്ക് വിളിക്കുന്ന, മാറോട് ചേർക്കുന്ന ഒരു കർത്താവിന്റെ സ്നേഹമുണ്ട്. എന്നെ അവർ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിന്ന് ചിന്തിക്കുന്നവർ നിന്നെ മനസ്സിലാക്കാതെ പോകുമ്പോൾ, നീ പറയാതെ തന്നെ നിന്നെ അറിയുന്ന, നിന്നെ മുഴുവനായി അറിയുന്ന ഒരു കർത്താവിന്റെ സ്നേഹമുണ്ട്. ഇന്ന് പകലിലും എന്റെ ചൂട് ആ മാർവില, എന്റെ ആശ്രയം ആ മാർവില. ഇന്ന് പകലും എന്റെ കണ്ണുനീര് ഞാൻ ഒഴുക്കുന്നെങ്കിൽ ആ പാദപീഠത്തില്. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ കരയുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ മുൻപിൽ കരയാൻ ആ ദൈവം നിന്നെ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എത്ര പാടിയാലും എനിക്ക് മതിയാകത്തില്ല. ഈ വരി എത്ര പാടിയാലും എനിക്ക് മതിയാകത്തില്ല. ഇതെന്റെ ജീവിതമാണ്. ആ യേശു എന്റെ ജീവിതത്തിൽ എനിക്കെന്നും മാറാത്തവനാ. ആരെല്ലാം മാറിപ്പോയാലും, ആരെല്ലാം അകന്നു പോയാലും, എന്റെ ജീവിതത്തിൽ സ്ഥിരമായി ഒന്നേ ഉള്ളൂ, അതെന്റെ യേശുവാ, അതെന്റെ യേശുവാ. പല വ്യക്തികളും കയറി ഇറങ്ങിപ്പോയേക്കാം, എന്നാൽ ആമേൻ ഇറങ്ങിപ്പോകാത്ത, ഓ എന്നെ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുന്ന ആ യേശു, ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ള യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ.
എന്നും കൂടെയുള്ളൊരു ദൈവം. യേശു പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് ആ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയില്ല. അതിന്റെ അർത്ഥം യേശു ഇല്ലെന്നല്ല. വിശ്വാസ കണ്ണുകൾ കൊണ്ട്, അകം കണ്ണ് തുറന്ന് ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്ന ആ കർത്താവിനെ, ആ പരിശുദ്ധാത്മാവിനെ എത്ര പേർക്ക് ദർശിക്കുവാൻ കഴിയും? പുതിയ 2 കയറുകൊണ്ട് ശിംശോന്റെ കരം കെട്ടി. ആ കെട്ടിയ കരം ഇങ്ങനെ ഇരിക്കും. 2 കയറുകൊണ്ട് പുതിയത് 2 എണ്ണം കൊണ്ട് ശിംശോന്റെ കൈ കെട്ടി. ശിംശോൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്തർ ആർത്തു. എന്തിനാർത്തത്? കെട്ടിയ കയറിന്റെ പുതുമ കൊണ്ടോ? ആമേൻ. ശ്രദ്ധിച്ചു കേൾക്കണം. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്തർ ആർത്തു. എല്ലാ ആർപ്പും ആരാധനയല്ല. എല്ലാ ശബ്ദ കോലാഹലങ്ങളും ദൈവത്തിനുള്ള യാഗമല്ല. അവരാർത്തതിന്റെ പിൻപിൽ ശിംശോൻ തീർന്നു എന്നുള്ള ഒരു സന്തോഷത്തിന്റെ ഒരാനന്ദമുണ്ട്. പക്ഷെ ശിംശോൻ അവിടെ ഒന്നും ചെയ്തില്ല. അവരുടെ ആർപ്പ്, അതായത് ഭക്തനെതിരെ ശത്രു സൈന്യം ആർത്തപ്പം യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ ഇറങ്ങി. ഭക്തനെതിരെ ഒരു വശത്ത് ശബ്ദമുയരുമ്പോൾ യഹോവയുടെ ആത്മാവ് ഭക്തന്റെ മേൽ ഇറങ്ങും. മനസ്സിലായവർ മാത്രം സ്തുതിച്ചാൽ മതി, അല്ലാത്തവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. അവന്റെ കയ്യിൽ കെട്ടിയ പുതിയ 2 കയറ് ആമേൻ തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെയായി. ആമേൻ. തീ ഇറങ്ങി എന്നവിടെ എഴുതിയിട്ടില്ല, യഹോവയുടെ ആത്മാവ് ഇറങ്ങി എന്ന് എഴുതിയിട്ടുള്ളൂ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അതൊരു തീയാണ്. അത് വിശ്വസിക്കുന്നവർ സ്തുതിച്ചു തുടങ്ങിക്കോ. അഭിഷേകം പ്രാപിച്ചവർ സ്തുതിച്ചു തുടങ്ങിക്കോ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ശബ്ദം ഇന്ന് പകൽ മുഴങ്ങട്ടെ. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അതൊരു തീയാണ്, അതൊരു തീയാണ്. ചില കെട്ടുകളെ പൊട്ടിക്കുന്ന, ചില ബന്ധനങ്ങളെ ഖരിക്കുന്ന, ശത്രു പദ്ധതികളെ ഖരിക്കുന്ന, സ്വാസ്ഥമാക്കുന്ന തീ. അഭിഷേകം പ്രാപിച്ചവർ മാത്രം ആരാധിക്കുക, മറ്റുള്ളവർ സ്തുതിച്ചു കൊണ്ടിരിക്കുക. നിന്റെ മേലെ അഭിഷേകം ഇന്ന് പകൽ ഇറങ്ങും. ഒരുപക്ഷെ നീ ഒരു കരിക്കട്ട എന്ന ലോകം നിന്നെ നോക്കി വിധി എഴുതാ, മനുഷ്യർ നിന്നെ നോക്കി വിധി എഴുതാ. എന്നാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നിന്റെ പേരിനെ മാറ്റുകയാണ്, നിന്റെ മേലെഴുത്തിനെ മാറ്റുകയാണ്. അഭിഷേകമുള്ള മാതാവേ മൗനമായിരിക്കരുത്. അഭിഷേകം പ്രാപിച്ച പിതാവേ മൗനമായിരിക്കരുത്. അഭിഷേകം പ്രാപിച്ച സഹോദരങ്ങളെ മൗനമായിരിക്കരുത്. നിന്നെ കാണുമ്പോൾ ആർക്കുന്ന ഒരു സൈന്യം, കൃപ പ്രാപിച്ച ഭക്തനെ കാണുമ്പോൾ ആർക്കുന്ന ഒരു പക്ഷം മറുവശത്തുള്ളപ്പോൾ നിനക്ക് വേണ്ടി നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം മറുപടി പറയും. കത്തട്ടെ, ആ വെളിപ്പാട് കത്തട്ടെ, ആ ദൂത് കത്തട്ടെ. ആരാധിക്കുവാൻ മടുപ്പിട്ടുന്ന എല്ലാ പോരുകളും, എല്ലാ അന്ധകാര പദ്ധതികളും നസ്രനാകുന്ന യേശുവിന്റെ നാമത്തിൽ കഴിയട്ടെ. ആത്മാവിൽ എരിവുള്ളവരായി അഭിഷേകം പ്രാപിച്ചവർ, അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കുക. ഇത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ആലയമാണ്. ഇത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ആലയമാണ്. തീയുടെ വ്യാപാരം, തീയുടെ വ്യാപാരം, തീയുടെ വ്യാപാരം, തീയുടെ വ്യാപാരം. പ്രതികരിക്കുക. മൗനമായിരിക്കാനല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. പറയാനല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. ചിലതിനെ നോക്കി കൽപ്പിക്കുക, ചിലതിനെ നോക്കി കൽപ്പിക്കുക, ചിലതിനോട്
സഭയെ പണിയും. ഞാൻ എന്റെ സഭയെ പണിയും. ഞാൻ എന്റെ സഭയെ പണിയും. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അധികം ജയിക്കയില്ല. ഓ, ആത്മാവ് യുദ്ധം ചെയ്യും. Bye.
എല്ലാ ദൈവമക്കളും ആ ദൈവ സാന്നിധ്യത്തിന് മുൻപാകും എഴുന്നേറ്റ് നിന്നാട്ടെ. പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത വലിയൊരു തീ ഇന്ന് പകൽ ഈ ആലയത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ ഹെരോദാവ് വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. അത് യഹൂദന്മാർക്ക് ഇഷ്ടമായി എന്ന് കണ്ടിട്ട് പത്രോസിനെയും തടവിലാക്കി. യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് ഇഷ്ടമായി എന്ന് കണ്ടിട്ട് ഹെരോദാവ് പത്രോസിനെയും തടവിലാക്കി. കൃപയുള്ളവനെ തകർക്കുക എന്നുള്ളത് അന്നും ഇന്നും എന്നും ശത്രുവിന്റെ പദ്ധതിയാണ്. കാരണം യഹൂദന്മാരുടെ പ്രീതി രാഷ്ട്രീയ കളിയാ. യഹൂദന്മാരുടെ സപ്പോർട്ടുണ്ട് പിന്നെ ഇരിക്കാം. പക്ഷേ ഹെരോദാവിന് തെറ്റി. പത്രോസ് സഭയുടെ പിതാവാണ്. പത്രോസിനെ തിരഞ്ഞെടുത്തത് ജീവനുള്ള ദൈവമാണ്. സഭയുടെ പിതാവിനെ തീർക്കുവാൻ ശ്രമിക്കുന്ന ശത്രു മണ്ഡലങ്ങളെ ഇന്ന് പകൽ കേട്ടോ, ദൂതനെ ഇറക്കുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ട്. ദൂതനെ ഇറക്കുന്ന ദൈവം. ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് അതാ പട്ടണ വാതിൽക്കിലേക്ക് എത്തുന്ന ഇരുമ്പ് വാതിലിൽ പത്രോസ് എത്തി. അതും അവന് സ്വതവേ തുറന്നു. എന്റെയും നിങ്ങളുടെ ദൈവം ആരാ? അവൻ വെറും രണ്ട് പദമല്ല, അവൻ ജീവനുള്ള ദൈവമാണ്. പ്രതികൂലങ്ങൾ വരുമ്പോൾ കരയാനിരുന്നാൽ, പ്രതിസന്ധികൾ വരുമ്പോൾ ആകുലപ്പെടാനിരുന്നാൽ അതിനെ സമയം കാണത്തുള്ളൂ. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവൻ, ഞാൻ ലോകത്തെ ജയിച്ച ദൈവം. പത്രോസിനെ തീർക്കാൻ ഹെരോദാവ് നോക്കിയപ്പം അതാ പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്ന ദൈവപ്രവർത്തിയോ. ആമേൻ, 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 ആമേൻ. ഇന്നും ആ യേശു ജീവിക്കുന്നു. ഇന്നും ആ ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തെ നാം ആരാധിക്കുന്നത്. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ചേർന്ന് പാടിയേ. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. കരങ്ങളെ ചേർത്തടിച്ച് പരിപൂർണ ഹൃദയത്തോടെ നമ്മുടെ ഭാരങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച്, നമ്മുടെ വിഷയങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച്, സകലതും അറിയാവുന്ന ദൈവത്തിന് മുമ്പാകെയാണ് നിൽക്കുന്നത്. ഇന്ന് പകല കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ അധികാരമുള്ള ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഓ ശബാനാധാന. സ്നേഹം പാടുവാ, നിൻ നാമം ഉയർത്തുവാ, നിൻ സേവ ചെയ്യുവാ, നിന്നെ പുകഴ്ത്തുവാ. നിൻ സ്നേഹം പാടുവാ, നിൻ നാമം ഉയർത്തുവാൻ, ആമേൻ, നിൻ സേവ ചെയ്യുവാ, നിന്നെ പുകഴ്ത്തുവാൻ. ഓ ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. യേശുവിനെ കേൾക്കട്ടെ. ദൈവാത്മാവേ, 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 ഓ ദൈവാത്മാവേ, അങ്ങേ ആരാധിക്കും.
വെളിച്ചമായി മുൻപിലായി ഇതുവരെ എബനേസറാ എന്നോട് കൂടി ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി മുൻപിലായി ആമേൻ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ശബ്ദമുയർത്തി പാടുക ആമേൻ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ഹല്ലേലൂയ കർത്തനാം യഹോവയേ എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ കർത്തനാം യഹോവയേ എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ ദൈവാത്മാവേ ദൈവാത്മാവേ ഹല്ലേലൂയ ദൈവാത്മാവേ അങ്ങേ ദൈവാത്മാവേ 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 ആമേൻ ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും ദൈവാത്മാവേ ഹല്ലേലൂയ ആമേൻ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും അതുകൊണ്ട് ചേർന്ന് പാടിക്കേ ഓ ഹല്ലേലൂയ ഞാൻ പാടിടും ഓ യേശുവിനെ ആരാധിക്കും ആമേൻ ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും ഓ സർവശക്തനായവനെ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഞാൻ പാടിടും ആമേൻ യേശുവിനെ ആരാധിക്കും ആമേൻ ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും ഓ സർവശക്തനായവനെ യേശുവിൽ നാമം വിടുതലാൽ ഓ യേശുവിൽ നാമ രക്ഷയാൽ ആമേൻ യേശുവിൽ നാമ ശക്തിയാൽ ഓ യേശുവിനെ വീണ്ടെടുത്തു ആമേൻ യേശുവിൽ നാമം വിടുതലാൽ ഓ യേശുവിൽ നാമം രക്ഷയാൽ ആമേൻ യേശുവിൽ നാമ ശക്തിയാൽ ഓ യേശുവിനെ വീണ്ടെടുത്തു ആമേൻ ഹല്ലേലൂയ ഞാൻ പാടിടും ആമേൻ യേശുവിനെ ആരാധിക്കും ആമേൻ ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും ഓ സർവശക്തനായവനെ ആമേൻ ഹല്ലേലൂയ ഞാൻ പാടിടും ആമേൻ യേശുവിനെ യേശുവിന് ആരാധന ഹല്ലേലൂയ ഞാൻ ഓ സർവശക്തനായവനെ ആമേൻ യേശുവിന്റെ ശുദ്ധിക്കാൻ ഓ യേശുവിന്റെ സൗഖ്യമാൻ ആമേൻ യേശുവിന്റെ കഴുകലാൽ ഓ യേശുവിനെ വീണ്ടെടുത്തു ആമേൻ യേശുവിന്റെ ശുദ്ധിക്കാൻ ഓ യേശുവിന്റെ സൗഖ്യമാൻ ആമേൻ യേശുവിന്റെ കഴുകലാൽ ഓ യേശുവിനെ വീണ്ടെടുത്തു ആമേൻ ഹല്ലേലൂയ ഞാൻ പാടിടും ആമേൻ യേശുവിനെ ആരാധിക്കും ആമേൻ ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും ആമേൻ സർവശക്തനായവനെ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഞാൻ പാടിടും ആമേൻ യേശുവിനെ ആരാധിക്കും ആമേൻ ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും ആമേൻ സർവശക്തനായവനെ ഓ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ മക്കൾക്ക് ചേർന്ന് പാടിയേ ഓ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ മക്കൾക്ക് ദൈവ കൃപ ഓ കൃപ വേണമപ്പ ആമേൻ ഓ ആമേൻ കൃപയുടെ ഉറവിടമേ കൃപയുടെ
അഭിഷേകത്തിൽ അഭിഷേകത്തിൽ ദൈവാത്മാവിന്റെ വ്യാപാരം ദൈവാത്മാവിന്റെ വ്യാപാരം ആ കരങ്ങളെ ഉയരത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ സന്നിധിയിലേക്ക് നമ്മളൊന്ന് സമർപ്പിച്ച് ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം ജീവിപ്പാ സ്വയയാഗമായോനെ ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം ജീവിപ്പാ സ്വയയാഗമായോനെ യേശുവേ 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 സ്നേഹിച്ചെന്ന് വിളിച്ച നാമത്തെ ഓ യേശുവേ യേശുവേ